ഹലോ ഫ്രണ്ട്സ്, PSC കോഡ്സ് ആൻഡ് ട്രിക്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മളിന്ന് പോലീസ് ഡ്രൈവർ എക്സാമിന് എത്ര പേര് കൺഫർമേഷൻ കൊടുത്തിട്ടുണ്ട് എന്നുള്ള കാര്യമാണ് നോക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ എന്തായാലും നമുക്ക് നോക്കാം. പോലീസ് ഡ്രൈവർ പരീക്ഷയ്ക്ക് 16,803 പേർ ഉറപ്പ് നൽകി. അപ്പോൾ 16,803 പേരാണ് പോലീസ് ഡ്രൈവർ എക്സാമിന് കൺഫർമേഷൻ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ബാക്കി ഡീറ്റെയിൽസ് കൂടി നമുക്ക് നോക്കാം. പോലീസ് കോൺസ്റ്റബിൾ ഡ്രൈവർ പരീക്ഷ ജൂലൈ 17-നാണ്. ഇപ്പോൾ ജൂലൈ 17-നാണ് പോലീസ് ഡ്രൈവർ പരീക്ഷ. ഇപ്പോൾ 21,074 അപേക്ഷകരിൽ 16,803 പേർ പരീക്ഷ എഴുതാൻ ഉറപ്പ് നൽകി. അപ്പോൾ 21,074 പേര് അപേക്ഷിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ കൺഫർമേഷൻ കൊടുത്തിട്ടുള്ളത് 16,803 പേര് മാത്രമാണ്. ഇപ്പോൾ ഇവർക്കുള്ള അഡ്മിഷൻ ടിക്കറ്റ് ജൂലൈ 3-ന് പ്രൊഫൈലിൽ ലഭ്യമാക്കും. അപ്പോൾ ജൂലൈ 3 മുതൽ ഈ പോലീസ് കോൺസ്റ്റബിൾ ഡ്രൈവറിൻ്റെ അഡ്മിഷൻ ടിക്കറ്റ് പ്രൊഫൈലിൽ ലഭ്യമാക്കുമെന്ന് പറയുന്നുണ്ട്. അതിൻ്റെ പകർപ്പും അംഗീകൃത തിരിച്ചറിയൽ കാർഡിൻ്റെ അസലുമായി രാവിലെ 7:15 മുൻപ് പരീക്ഷാ ഹാളിൽ പ്രവേശിക്കണം. അപ്പോൾ അതൊക്കെ നിങ്ങൾക്ക് അറിയാവുന്ന കാര്യം തന്നെയാണ്. ഇപ്പോൾ രാവിലെ 7:15 മുതൽ 9:15 വരെയാണ് പരീക്ഷാ സമയം. ഇപ്പോൾ പരീക്ഷാ സമയം ശ്രദ്ധിച്ചോളണം. രാവിലെയാണ് 7:15 മുതൽ 9:15 വരെയാണ്. 1.5 മണിക്കൂറിൽ 100 ചോദ്യങ്ങൾക്ക് ഉത്തരം രേഖപ്പെടുത്തേണ്ട OMR പരീക്ഷയാണ് നടത്തുന്നത്. അപ്പോൾ അതൊക്കെ നിങ്ങൾക്ക് അറിയാവുന്ന കാര്യം തന്നെയാണ്. നേരിട്ടുള്ള നിയമനത്തിന് പുറമെ NCA വിജ്ഞാപനത്തിലെ അപേക്ഷകർക്കുമുള്ള പൊതുപരീക്ഷയാണ്. പാഠ്യപദ്ധതിക്കുള്ള ലിങ്ക് പരീക്ഷാ കലണ്ടറിനൊപ്പം നൽകിയിട്ടുണ്ട്. ഇപ്പോൾ പരീക്ഷാ കലണ്ടർ ഓൾറെഡി വന്നിട്ടുള്ളതാണ്. ഇതിൻ്റെ സിലബസൊക്കെ ഡൗൺലോഡ് എടുക്കാമെന്നുള്ളതാണ്. അപ്പോൾ ഇതിന് മുൻപത്തെ വിജ്ഞാപനത്തിന് 17,846 അപേക്ഷകൾ ലഭിച്ചതാണ്. വനിതകളുടെയും അപേക്ഷകൾ സ്വീകരിച്ചു. അന്ന് 11,265 പേർ പരീക്ഷ എഴുതി. ഇത്തവണ അപേക്ഷകർ കൂടിയതോടെ പരീക്ഷ എഴുതുന്നവരുടെ എണ്ണവും വർദ്ധിച്ചു. അപ്പോൾ ഇത്തവണ അപേക്ഷകർ കൂടുതലാണ്, അതുപോലെ പരീക്ഷ എഴുതുന്നവരുടെ എണ്ണവും വർദ്ധിച്ചെന്ന് പറയുന്നുണ്ട്. പരീക്ഷ എഴുതാൻ ഉറപ്പ് നൽകാത്ത 4,271 പേരുടെ അപേക്ഷ ഇത്തവണ അസാധുവായി. അപ്പോൾ 4,271 പേരുടെ അപേക്ഷ അസാധുവായിട്ടുണ്ട്. അപ്പോൾ അവർ കൺഫർമേഷൻ കൊടുക്കാത്തവരാണ്. ഓക്കെ, അപ്പോൾ ഇതാണ് പോലീസ് കോൺസ്റ്റബിൾ ഡ്രൈവറിൻ്റെ കൺഫർമേഷൻ കൊടുത്തവരുടെ എണ്ണം 16,803 പേര്. ഓക്കെ, അപ്പോൾ ഇതാണ് കൺഫർമേഷൻ കൊടുത്തവരുടെ എണ്ണം. അപ്പോൾ എന്തായാലും മാക്സിമം നന്നായിട്ട് പ്രിപ്പയർ ചെയ്യുക. എത്രയും പെട്ടെന്ന് തന്നെ ജോലിയിലേക്ക് എത്താൻ ശ്രദ്ധിക്കുക. കാരണം അറിയാമല്ലോ, ഇപ്പോഴത്തെ കോമ്പറ്റീഷൻ ലെവലൊക്കെ നിങ്ങൾക്ക് അറിയാവുന്നതാണ്. അപ്പോൾ ഞാൻ അതിനെക്കുറിച്ച് കൂടുതൽ പറയുന്നില്ല. മാക്സിമം നല്ല റാങ്കിലേക്ക് എത്താൻ ശ്രദ്ധിക്കുക. ഓക്കെ, അപ്പോൾ അതുപോലെ തന്നെ എക്സാം ഡേറ്റും എക്സാം ടൈമൊക്കെ ശ്രദ്ധിച്ചോളണം. രാവിലെയാണ് എക്സാം. ഓക്കെ.